Dear students, Cauchy's integral formula, a simple version. Statement of the proposition. Let f from G to C be analytic and suppose B closure AR subset of G where R greater than 0. If gamma of t equal to a plus r e raised to it, 0 less than or equal to t less than or equal to 2 pi, then f of z equal to 1 by 2 pi I integral over gamma f of w divided by w minus z dw for mod z minus a less than r. This proposition is the first version of Cauchy's integral formula. Cauchy's integral formula is a very important and famous theorem or formula in complex analysis, and this proposition is the first version of or simple version of a Cauchy's integral formula. So we have given that an analytic function f that is defined in a set G, and the function f is defined in G and f is analytic also. And also we have there is a closed disk B closure AR, that is with the center A and radius R. There is a closed disk in G that is completely contained in G, and gamma of t is given as a plus r e raised to it, 0 less than or equal to t less than or equal to 2 pi. That is a plus r e raised to it means it is the boundary of the disk. That is, gamma of t is the circle with the center A and radius r. Gamma of t equal to mod z minus a equal to r. That is circle with the center A and radius r. B closure AR എന്ന ഡിസ്കിൻ്റെ ബൗണ്ടറിയാണ് ഗാമ. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എഫ് ഓഫ് സെഡ് മീൻസ് എനി പോയിൻ്റ് ഇൻ ദി ഡിസ്കിൻ്റെ ഇൻറ്റീരിയറിലുള്ള പോയിൻ്റാണ് സെഡ്. സോ for any point z set in the interior of disk, f of z equal to the value of f at z equal to 1 by 2 pi I integral over gamma f of w divided by w minus z dw എന്ന് പ്രൂവ് ചെയ്യണം. where w is a point on gamma. w ഗാമയിലെ പോയിൻ്റാണ്, z ഗാമയുടെ ഇൻറ്റീരിയറിലെ ദാറ്റ് ഈസ് ഡിസ്കിനുള്ളിലെ പോയിൻ്റാണ്. ടു പ്രൂവ് ദിസ് ബി ക്ലോഷർ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഫോർ മോഡ് z മൈനസ് എ ലെസ് ദാൻ ആർ ആവുമ്പോഴാണ്. അതായത് സെൻറ്റർ എയും റേഡിയസ് ആറുമായിട്ടുള്ള ഡിസ്കിനുള്ളിലാണ് ഈ കണ്ടീഷൻ പ്രൂവ് ചെയ്യാനുള്ളത്. സോ അതിന് നമ്മൾ എടുക്കുന്നത് സെൻറ്റർ 0യും റേഡിയസ് 1ഉം ആയിട്ടുള്ള ഒരു ഡിസ്ക്കാണ്. ദാറ്റ് ഈസ് മോഡ് z ലെസ് ദാൻ 1. അതിൻ്റെ ബൗണ്ടറി ഗാമ എന്ത് വരും? മോഡ് z ഈക്വൽ ടു 1. ദാറ്റ് ഈസ് യൂണിറ്റ് സർക്കിൾ വരും. അങ്ങനെയുള്ള അത് ജിയുടെ ഉള്ളിൽ കംപ്ലീറ്റ്ലി കണ്ടെയ്ൻഡ് ആണ്. ദാറ്റ് ഈസ് ബി 0 1, സെൻറ്റർ 0യും റേഡിയസ് 1ഉം, എ ഈക്വൽ ടു 0 ആർ ഈക്വൽ ടു 1 പ്രൂവ് ചെയ്യുന്നു. അതിൻ്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഡിസ്ക്, അതിൻ്റെ ബൗണ്ടറി മോഡ് z ഈക്വൽ ടു 1 എന്നുള്ള സർക്കിളാണ്. സോ ഗാമ യൂണിറ്റ് സർക്കിളായിട്ടും ഡിസ്ക് യൂണിറ്റ് ഡിസ്കായിട്ടും എടുക്കും, എന്നിട്ട് പ്രൂവ് ചെയ്യും. ദെൻ ജനറലൈസ് ചെയ്യാണ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ ഡിസ്കിൽ പ്രൂവ് ചെയ്യും, എന്നിട്ട് വി ഡിഫൈൻ the function and set according to this disk. That is, we take a g1 equal to set of all z minus a divided by r where z belongs to g. അപ്പോൾ മോഡ് z minus a less than r ആണ്. therefore modulus of z minus a by r ൻ്റെ മോഡുലസ് ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ ബി 0 1 സെൻറ്റർ 0യും റേഡിയസ് 1ഉം ആയിട്ടുള്ള ഡിസ്കിൽ പ്രൂവ് ചെയ്യും, എന്നിട്ട് g1 എന്നുള്ള സെറ്റ് മോഡ് z മൈനസ് എ ബൈ ഡിവൈഡ് ബൈ ആർ വേർ z ബിലോങ്സ് ടു g എന്ന സെറ്റിൽ അത് ജനറലൈസ് ചെയ്യാണ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ഫങ്ഷന് മാറും. എഫ് ഓഫ് എ പ്ലസ് ആർ സെഡ് എന്നുള്ള ഫങ്ഷൻ ജി ഓഫ് സെഡ് എന്നെടുക്കും. എഫ് ഓഫ് എ പ്ലസ് ആർ സെഡ്, അതായത് എക്ക് 0യും ആറിന് 1ഉം കൊടുത്താൽ ജി ഓഫ് സെഡും എഫ് ഓഫ് സെഡും സെയിം ആയിരിക്കും.
B0 1ൽ ഡിഫൈൻ ചെയ്യാൻ കാരണം, അതായത് മോഡ് z ലെസ് ദാൻ 1ൽ ഡിഫൈൻ ചെയ്യാൻ കാരണം, ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മളൊരു പ്രോബ്ലം ചെയ്തിരുന്നു. അതിൽ റിസൾട്ട് ഡിഫൈൻ ചെയ്യുന്നത് മോഡ് z ലെസ് ദാൻ 1ലാണ്. ആ റിസൾട്ട് കൂടെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ തിയറത്തിൽ ഇതിൻ്റെ പ്രൂഫിലെ സ്റ്റെപ്സ് വരുന്നത്. അതുകൊണ്ടാണ് റിസൾട്ട് അപ്ലൈ ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് മോഡ് z ലെസ് ദാൻ 1 എന്നുള്ള കണ്ടീഷൻ എടുക്കുന്നത്. സോ വി അസ്യൂം a equal to 0 and r equal to 1. Therefore B closure A R equal to B closure of 0, 0, 1. That's a subset of G. And we take a fixed Z. ഇതിനുള്ളിലെ സെൻറ്റർ 0യും റേഡിയസ് 1ഉം ആയിട്ടുള്ള ഡിസ്കിനുള്ളിൽ ഒരു Z ഫിക്സ് ചെയ്യും, സച്ച് ദാറ്റ് മോഡ് Z ലെസ് ദാൻ 1. സെൻറ്റർ 0യും റേഡിയസ് 1 ആയതുകൊണ്ട് അതിൻ്റെ ഇൻറ്റീരിയറിലുള്ള പോയിൻറ്റിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഓഫ് z ഈക്വൽ ടു 1/2 pi I ഇൻ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് w ഡിവൈഡ് ബൈ w മൈനസ് z dw. ദാറ്റ്സ് ഈക്വൽ ടു, നമ്മളിത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് w സർക്കിളിലെ പോയിൻ്റാണ്, ഗാമയിലെ പോയിൻ്റാണ്. ഗാമ എന്ന് പറഞ്ഞാൽ മോഡ് z ഈക്വൽ ടു 1 ആണ്, അതായത് z ഈക്വൽ ടു e റേസ് ടു i s എന്ന് എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു s ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 pi. സോ w എന്ന് പറഞ്ഞാൽ മോഡ് z ഈക്വൽ ടു 1 പോയിൻ്റ് ആയതുകൊണ്ട് മോഡ് w ഈക്വൽ ടു 1. സോ w ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, e റേസ് ടു i s എന്ന് എഴുതാം. അതുകൊണ്ട് dwനെ രണ്ട് സൈഡിലും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൽ വി ഗെറ്റ് i e റേസ് ടു i s ds എന്ന് കിട്ടും. സോ എഫ് ഓഫ് z ഈക്വൽ ടു 1/2 pi I. ഗാമേനെ നമ്മൾ എസ്സിലേക്ക് മാറ്റി, അതായത് 0 to 2 pi ലിമിറ്റ് എഫ് ഓഫ് w എന്ന് പറഞ്ഞാൽ e റേസ് ടു i s ആണ്, ഇൻറ്റു dw എന്ന് പറഞ്ഞാൽ i e റേസ് ടു i s ds ഡിവൈഡ് ബൈ w മൈനസ് z, അതായത് e റേസ് ടു i s മൈനസ് z ഫിക്സഡ് ആണ്. സോ എഫ് ഓഫ് zൻ്റെ ഇങ്ങനെ അതിൻ്റെ ഫോം ഇങ്ങനെയായി മാറും. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. സോ എഫ് ഓഫ് z ഈക്വൽ ടു ദിസ് RHS എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് പകരം നമ്മൾ ഈ എഫ് ഓഫ് zനെ 2 pi, ഈ ഐയും ഐയും ക്യാൻസൽ ചെയ്യും. സോ 1/2 pi എന്നുണ്ടാവും. 2 piനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് ദിസ് ഇംപ്ലൈസ് ഇൻ്റർവൽ 0 to 2 pi എഫ് ഓഫ് e റേസ് ടു i s ഇൻറ്റു e റേസ് ടു i s ds divided by e raised to i s minus z minus 2 pi f of z equal to 0. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ 2 pi f of zനെ നമുക്ക് ഇൻ്റർവൽ 0 to 2 pi f of z ds എന്ന് എഴുതാമല്ലോ. കാരണം എഫ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു എസ്സിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ എഫ് ഓഫ് z ഈസ് ഫിക്സഡ്, ദെർഫോർ എഫ് ഓഫ് z ഈസ് എ കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എസ്. ദെർഫോർ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് z ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എസ് എസ് ആണ്. 0 to 2 pi ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 pi വരും. സോ ഇത് നമ്പർ കിട്ടും. അപ്പോൾ രണ്ടിനെയും കൂടെ ഒന്നിച്ചൊരു ഇൻ്റഗ്രലാക്കി എഴുതാം. ഇൻ്റഗ്രൽ 0 to 2 pi എഫ് ഓഫ് e റേസ് ടു i s ഇൻറ്റു e റേസ് ടു i s ബൈ e റേസ് ടു i s മൈനസ് z മൈനസ് എഫ് ഓഫ് z ds ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം we have to prove this. It is enough to prove that interval 0 to 2 pi f of e raised to i s into e raised to i s divided by e raised to i s minus z minus f of z dz equal to 0. So to prove this, we apply the Leibniz rule. For this Leibniz rule ആകുമ്പോൾ നമുക്കൊരു phi of st ഡിഫൈൻ ചെയ്യണം. We define phi of st as f of z plus t into e raised to i s minus z into e raised to i s divided by e raised to i s minus z minus f of z. അതിൽ എസിൻ്റെ ലിമിറ്റ് 0 to 2 pi ആണ്, ടിയുടെ ലിമിറ്റ് 0 to 1 ആണ്. Now we define g of t. g of t എന്ന് പറഞ്ഞാൽ ഇൻ്റർവൽ a to b phi of st dt ആണ്. ഇവിടെ ഇൻ്റർവൽ 0 to 2 pi phi of st
dt. Now g of 0 equal to interval 0 to 2 pi phi of s 0 dt alla ds ds. So that's equal to interval 0 to 2 pi phi of s 0 means t യുടെ സ്ഥാനത്ത് 0 കൊടുത്താൽ ഈ ടേം പോവും, ബാക്കിയുള്ള ടേംസ് ഉണ്ടാവും. സോ വി ഗെറ്റ് f of z e raised to is divided by e raised to is minus z minus f of z ds. This is equal to f of z ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. f of z into interval 0 to 2 pi e raised to is divided by e raised to is minus z ds സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ interval 0 to 2 pi f of z ds. ഇവിടെ f of z വേണമെങ്കിൽ ഔട്ട് സൈഡ് എടുക്കാം, കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ഇൻ്റഗ്രൽ ഈക്വൽ ടു 2 പൈ ആണ് എന്ന് ഇതിന് തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഇൻറ്റു 2 പൈ മൈനസ് ഇവിടെയും എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ ഡി എസ് എന്ന് വരും. ദാറ്റ് ഈസ് 0 to 2 പൈ എടുക്കുമ്പോൾ 2 പൈ വരും. ദാറ്റ്സ് ഈക്വൽ ടു 0. സോ വി ഗെറ്റ് ജി ഓഫ് 0 ഈക്വൽ ടു 0. Then by Lebanese rule we have g dash of t. g of t equal to interval a to b phi of st ആണെങ്കിൽ g dash of t എന്ന് പറഞ്ഞാൽ interval a to b dou phi by dou t at st ds ആണ്. So here g dash of t equal to interval 0 to 2 pi dou phi of st dou phi by dou t of st ds. നമുക്ക് phi അറിയാം. phi of st equal to we have phi of st equal to f of z plus t into e raised to is minus z into e raised to is divided by e raised to is minus z minus f of z ആണ്. അപ്പോൾ ഡോ ഫൈ ബൈ ഡോ ടി കാണണം വിത്ത് റെസ്പെക്ട് ടു ഫൈ ഓഫ് എസ് ടീനെ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഫസ്റ്റ് എഫ് ഡാഷ് എന്ന് വരും. ജി ഡാഷ് ഓഫ് ടി ഈക്വൽ ടു ഇൻ്റർവൽ 0 to 2 പൈ എഫ് ഡാഷ് ഓഫ് z പ്ലസ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എസ് മൈനസ് z ഇൻറ്റു ദെൻ പിന്നെ ടിയുടെ ടേം വരുന്നത് ഇതാണ്, ഇ റേസ് ടു ഐ എസ് വരും. ഇ റേസ് ടു ഐ എസ് ദെൻ ഇ റേസ് ടു ഐ എസ് അല്ല, ഇ റേസ് ടു ഐ എസ് മൈനസ് z വരും. ഇ റേസ് ടു ഐ എസ് മൈനസ് z ഇൻറ്റു ഇവിടെ ആൾറെഡി ഒരു ഇ റേസ് ടു ഐ എസ് ഉണ്ട്. ഇ റേസ് ടു ഐ എസ് എഫ് ഓഫ് സെഡ് വിത്ത് റെസ്പെക്ട് ടു ടി. എഫ് ഓഫ് സെഡ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത് 0 ആയിട്ട് പോകും. താഴെ ഡിനോമിനേറ്ററിൽ ഇ റേസ് ടു ഐ എസ് മൈനസ് സെഡ്. സോ ദിസ് ടേം ആർ ക്യാൻസൽഡ്, ഡി എസ് വരും. സോ വി ഗെറ്റ് ഇൻ്റർവൽ 0 to 2 പൈ എഫ് ഡാഷ് ഓഫ് സെഡ് പ്ലസ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ എസ് മൈനസ് സെഡ് into e raised to is ds. This is g dash of t. So we can integrate this by substituting z plus t into e raised to is minus z as u, z plus t into e raised to is minus z equal to u. Differentiating both sides with respect to s, so we get t into I into e raised to is ds equal to du. Therefore e raised to is ds equal to du by ti. So substitute ചെയ്യുമ്പോൾ integral f dash of z plus t into e raised to is minus z into e raised to is ds equal to എഫ് ഡാഷ് ഓഫ് ഇതിന് യു എന്നാണ് കൊടുത്തത്. യു ഇത്
e raised to is ds എന്ന് പറഞ്ഞാൽ du by ti. So we get f dash of u ന്റെ integral 1 by ti outside f dash of u ന്റെ f of u എന്ന് കിട്ടും. That is 1 by ti into f of u എന്ന് പറഞ്ഞാൽ z plus t into e raised to is minus z. So ഇന്റർവൽ 0 to 2π എന്നുള്ള ലിമിറ്റ് കൊടുക്കാതെയാണ് നമ്മൾ കണ്ടത്. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 by ti f of z plus t e raised to is minus z 0 to 2π. So s ന് ആദ്യം 2π കൊടുക്കുക, then 0. So we get 1 by ti outside ഉണ്ടാവും f of z plus t into e raised to 2πi minus z minus the next 0 കൊടുക്കുക z plus t into e raised to 0 minus z. So 1 by ti into this is f of z e raised to 2πi means 1 t into 1 minus z minus f of z plus t into e raised to 0 is 1. So we get this equal to 0. That is g dash of t equal to 0. That implies g of t is a constant. G of t is a constant. We already get g of 0 equal to 0. Therefore, we get g of 1 equal to 0 also. And now what is g of 1? G of 1 means g of t means interval 0 to 2π phi of st dt. Therefore g of 1 means interval 0 to 2π phi of s1 dt. And phi of st, we take phi of st as f of z plus t into e raised to is minus z into e raised to is divided by e raised to is minus z minus f of z. ഇതാണ് phi of st. അപ്പോൾ phi of s1 എന്ന് പറഞ്ഞാൽ put t equal to 1 we get f of z plus e raised to is minus z into e raised to is divided by e raised to is minus z minus f of z. So z and z cancelled, we get f of e raised to is into e raised to is divided by e raised to is minus z minus f of z. This is g of 1 alla phi of s1. Therefore g of 1 equal to interval 0 to 2π phi of s1 ആണ്. So interval 0 to 2π f of e raised to is into e raised to is divided by e raised to is minus z minus f of z ds, and this is equal to 0 കാരണം g of 1 0 ആണ്. So first we already in the beginning we convert the equation f of z equal to 1 by 2πi into interval over gamma f of w by w minus z dw as we get this. ഇത് പ്രൂവ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് g of 1 ആയിട്ട് കിട്ടിയത്. ആൻഡ് ഓൾസോ വി ഗെറ്റ് g of 1 equal to 0. g of 1 equal to 0. That means the required result f of z equal to 1 by 2πi interval over gamma f of w dw divided by w minus z.